നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. സംസ്ഥാന പാതയിൽ അപകടം പതിവാകുന്നു. ഗോതമ്പ് റോഡിൽ നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. വീണ്ടും വാർത്തകളിൽ നിറഞ്ഞ് താമരശ്ശേരി ചുരം. കുറ്റിക്കാട്ടൂരിൽ 4 മാസം പ്രായമായ പെൺകുഞ്ഞിൻ്റെ മരണം. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മുക്കം നഗരസഭയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കഴിഞ്ഞ ദിവസം മുക്കം അരീക്കോട് പാതയിലെ ഗോതമ്പ് റോഡ് അങ്ങാടിക്ക് സമീപം കാറും ബസ്സും കൂട്ടിയിടിച്ച് 10ഓളം പേർക്ക് പരിക്ക് പറ്റി. ഇതിൽ കാർ യാത്രക്കാരായ 4 പേരുടെ നില ഗുരുതരമാണ്. മുക്കത്ത് നിന്നും അരീക്കോടേക്ക് പുറപ്പെട്ട സ്വകാര്യ ബസ്സിന് മുൻവശത്തേക്ക് അരീക്കോട് ഭാഗത്ത് നിന്നെത്തിയ കാർ ഇടിച്ചു കയറുകയായിരുന്നു. അമിത വേഗത്തിലെത്തിയ കാർ നിയന്ത്രണം നഷ്ടമായി ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാർ ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിൽ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരായ മലപ്പുറം പാണ്ടിക്കാട് വെട്ടിക്കാട്ടിരി സ്വദേശികളെ പുറത്തെടുത്തത്. കാറിലുണ്ടായിരുന്ന നസീബ, മുഹമ്മദ് സിനാൻ, ഷിബിലി, ആസിഫ് എന്നിവരെ ആദ്യം മുക്കത്തും പിന്നീട് മണാശ്ശേരി സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സാരമായി പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഇവരെ പിന്നീട് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അപകടം നടന്നയുടൻ ഓടിക്കൂടിയ നാട്ടുകാരും മുക്കം അഗ്നിരക്ഷാസേനയും സന്നദ്ധ സേനാ പ്രവർത്തകരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇടിയുടെ ആഘാതത്തിൽ ബസ്സിലുണ്ടായിരുന്ന 3.5 വയസ്സുകാരൻ അയാൻ, സാജിദ പൂനീർ, ലൈല, കമല, ഗോതമ്പ് റോഡ് സ്വദേശി അബ്ദുൽ ഹമീദ്, ഓമശ്ശേരി സ്വദേശി അബ്ദുൽ ലത്തീഫ് എന്നിവർക്കും പരിക്ക് പറ്റി. മറ്റു ചിലർക്കും നിസാര പരിക്കേറ്റു. റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത, മഴ, വേഗത തുടങ്ങിയ കാരണങ്ങളാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഏതായാലും സംസ്ഥാന പാതയിൽ അപകടങ്ങൾ തുടരുന്നതിൽ ആശങ്ക ഒഴിയുന്നില്ല. താമരശ്ശേരി ചുരത്തിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും ഗതാഗതക്കുരുക്കും തുടരുന്നു. ഇതോടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് ചുരം. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പിക്കപ്പ് മറിഞ്ഞ് അപകടമുണ്ടായി. 2ാം വളവിന് താഴെ ചായപ്പൊടി കയറ്റി വന്ന പിക്കപ്പാണ് റോഡിൻ്റെ ഒരു വശത്തേക്ക് മറിഞ്ഞത്. ആർക്കും പരിക്കില്ല. വൈകുന്നേരമായതോടെ ടയർ പഞ്ചറായി ലോറി കുടുങ്ങിയും ബസ് തകരാറിലായതും കാരണം 5, 6, 7, 8 വളവുകൾക്കിടയിൽ വാഹനത്തിരക്ക് അനുഭവപ്പെട്ടു. തുടർച്ചയായ അവധി മൂലം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചുരത്തിൽ വാഹനബാഹുല്യവും മറ്റുമായി രൂക്ഷമായ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടിരുന്നു. ഡ്രൈവർമാർ ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കണമെന്നാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം. 4 മാസം പ്രായമായ പെൺകുഞ്ഞിൻ്റെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോലീസ്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ സ്വദേശിയായ കുട്ടിയുടെ മരണത്തിലാണ് കേസെടുത്തത്. കുട്ടിയുടെ ശരീരത്തിൽ പരിക്കുകൾ കണ്ടതിനെ തുടർന്നാണ് നടപടി. ശ്വാസം മുട്ടലിനെ തുടർന്ന് ബോധരഹിതയായ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. ഡോക്ടർമാരാണ് പരിക്ക് സംബന്ധിച്ച വിവരം പോലീസിന് കൈമാറിയത്. പോസ്റ്റ്മോർട്ടത്തിലും പരിക്ക് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പരിക്കുകൾ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യം അന്വേഷിക്കുന്നതായി പോലീസ് അറിയിച്ചു. മുക്കം നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികൾക്കും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുമായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്വച്ഛതാ ഹി സേവ ശുചിത്വോത്സവത്തിൻ്റെ ഭാഗമായി KMCT ഹോസ്പിറ്റലിലും മുക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൻ്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. ഹെൽത്ത് സെൻ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിവിഷൻ കൗൺസിലർ അശ്വതി സനോജ് ക്യാമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സജിൽ ഹക്ക്, ഡോക്ടർ ഹരികൃഷ്ണൻ, ഹെൽത്ത് സൂപ്പർവൈസർ സിജു, PHI വിശ്വംഭരൻ, PHI ആശ തോമസ് എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൻ്റെ ഭാഗമായി KMCT ഹോസ്പിറ്റലിൽ സൗജന്യ നേത്രരോഗ നിർണയ ക്യാമ്പ് നടത്തി. മൊയ്തീൻ കോയ ഹാജി മെമ്മോറിയൽ മുക്കം ഓർഫനേജ് ഗേൾസ് സ്കൂളിലെ SPC യൂണിറ്റ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അനുസ്മരണത്തിൻ്റെ ഭാഗമായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. പരിസര ശുചീകരണം, പുഴ പരിചയം, ഗാന്ധി സന്ദേശം, എഴുത്തുകാരനോടൊരു സ്നേഹസംവാദം, മുളത്തൈ വെച്ച് പിടിപ്പിക്കൽ തുടങ്ങിയവയുടെ ഉദ്ഘാടനം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര നിർവഹിച്ചു. എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ AV സുധാകരൻ മാസ്റ്റർ കുട്ടികളുമായി സംവദിച്ചു. ബഹുസ്വരം മുക്കം ചെയർമാൻ സലാം കാരമൂല ഗാന്ധി സന്ദേശം കൈമാറി. ഇരുവഞ്ഞിപ്പുഴയുടെ തീരത്ത് SK സ്മൃതി കേന്ദ്ര പരിസരത്തെ മുളഞ്ചോലിയിൽ നടന്ന പരിപാടിയിൽ സ്റ്റുഡൻറ് പോലീസ് ഓഫീസർ T ഷംന സമദ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് പോലീസ് ഓഫീസർ M ഫർഹാൻ സ്വാഗതവും പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ T റിയാസ് നന്ദിയും പറഞ്ഞു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.